ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യത്തെയാണ് നാരായണീയ മധുരം എന്ന രീതിയിൽ നാം കഴിഞ്ഞ 9 ദിവസങ്ങളിലായി അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 10ാമത്തെ ദിവസം, 1ാമത്തെ ദശകത്തിൽ 10ാമത്തെ ആ സമർപ്പണ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നതും അതിൻ്റെ ശ്രീഹരീയ ഭാഷാഗാനമായി പാടുന്നതും പിന്നീട് അതിനെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജ സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാപി തേ സംഗവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയോസി. ഹരനെയും ഭരിക്കുന്നോരൈശ്വര്യവീര്യവും ഭക്തർ ഭജിക്കും ശ്രീയശോജ്ഞാന തേജസ്സുമായി. ഗുരുവായൂർ പുരി തന്നിൽ മരുവുന്ന ദേവദേവ ഭവാൻ മാത്രം ഭഗവാനെന്നറിയുന്നു ഞാൻ. പട്ടേരിപ്പാട് തൻ്റെ ആദ്യ ദിവസത്തെ സപര്യ
സമർപ്പിക്കുകയാണ്. 10ാമത്തെ ശ്ലോകം ആദ്യത്തെ ദശകത്തിൽ ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരത്വവും സ്വാമിത്വവുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റുള്ള ആ ദേവന്മാരെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മളത് സൂചിപ്പിക്കുകയുണ്ടായി. ഈശ്വരത്വവും സ്വാമിത്വവും, അതാണ് ഐശ്വര്യം. പിന്നെ ശങ്കരാദീശ്വര വിനിയമനം, ശങ്കരൻ തുടങ്ങിയ ശ്രീപരമേശ്വരൻ തുടങ്ങിയ ഈശ്വരന്മാരെ കൂടി വിശേഷിച്ചും നിയമിക്കുന്നത് ആകുന്നു. എന്ന് വെച്ചാൽ അവരൊക്കെ അങ്ങയുടെ നിയന്ത്രണത്തിലാണ് ഗുരുവായൂരപ്പ. അവിടുത്തെ ചൊൽപ്പടിക്ക് ആണ് ലോകത്തിൽ സകലതും നടക്കുന്നത്. അങ്ങനെ വീര്യം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി, അവിടുത്തെ വീര്യമോ അത് സർവ തേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുടെ, അപ്പോൾ സൂര്യൻ, അഗ്നി തുടങ്ങിയ ആ ലോകപാലന്മാര്, സൂര്യാഗ്നി പ്രഭൃതികൾ, അവരുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നതാണ്, കീഴടക്കുന്നതാണ് അവിടുത്തെ വീര്യം. അവിടുത്തെ ഐശ്വര്യമോ അത് ശങ്കരാദികളെ പോലും നിയന്ത്രിക്കുന്നത് ആണ്. പിന്നെ വിമലം യശ അപി, ഏറ്റവും വിമലമായ, സംശുദ്ധമായ, പരിശുദ്ധമായ യശസ്സും അത് നിസ്പൃഹൈ ച ഉപഗീതം, നിസ്പൃഹന്മാർ, നിഷ്കാമന്മാർ, നിസ്വാർത്ഥന്മാർ, ഒന്നിലും കാംക്ഷയില്ലാത്ത സിദ്ധന്മാര്, അവരൊന്നും വേണം എന്ന് വിചാരിച്ചിട്ടല്ല, അവർ ഒന്നും ആഗ്രഹിക്കാത്തവരാണ്. അവർ പോലും പുകഴ്ത്തുന്നു അവിടുത്തെ. നിസ്പൃഹൈഹി ച ഉപഗീതം. പിന്നെയോ ശ്രീ സദാ അംഗാസംഗ, സാക്ഷാൽ ശ്രീ ഭഗവതി, ആ ഏകാക്ഷരീ ദേവി ഏത് കാലത്തും അവിടുത്തെ തിരുവുടലിനോട്, അവിടുത്തെ ആ തിരുമേനിയോട് താല്പര്യം കാണിച്ചും കൊണ്ട് അവിടുത്തെ മാറിടത്തിൽ സദാ വസിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അഖിലവിത് അസി, അങ്ങ് സർവജ്ഞനാണ്. സംഘവാർത്താ തേ ന ക്വാപി, ആസക്തിയുടെ ഒരു കഥ പോലും അല്ലെങ്കിൽ ഒരു കണിക പോലും ഗുരുവായൂരപ്പ അങ്ങയ്ക്ക് ഒന്നുമായും ഇല്ല. അതുകൊണ്ടാണ് തദ് വാതാകാരവാസിൻ, അതുകൊണ്ട് അല്ലയോ ഗുരുവായൂരപ്പ, മുരഹര, മുരനെ നിഗ്രഹിച്ച മുരാന്തകനായിരിക്കുന്ന അവിടുന്ന് ഭഗവത് ശബ്ദമുഖ്യാശ്രയ അസി, അവിടുന്ന് ഭഗവാൻ എന്ന പേരിന് പ്രധാന ആശ്രയമാണ്. അവിടുന്നാണ് ഭഗവാൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന വാക്ക് ഭാഗവതത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഐശ്വര്യം, അതേപോലെ വീര്യം, യശസ്, ശ്രീ, അങ്ങയുടെ എല്ലാം അറിയുന്ന ആ സർവജ്ഞത്വം, ഇതൊക്കെ തന്നെ ഉള്ള അവിടുന്ന്, സകലരെയും തൻ്റെ കാൽക്കീഴിലാക്കുന്ന അവിടുന്ന് സത്യത്തിൽ ഭഗവാൻ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നു. ആരാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ? ഭഗമുള്ളവനാണ് ഭഗവാൻ. എന്താണ് ഭഗം എന്ന് പറഞ്ഞാൽ? ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസശ്രിയ ജ്ഞാനവിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരണ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം അല്ലെങ്കിൽ വൈരാഗ്യം, ഇതിൻ്റെ കൂട്ടത്തെയാണ് ഭഗം എന്ന് പറയാം. അപ്പൊ ഭഗമുള്ളവനാണ് ഭഗവാൻ. അപ്പോ അങ്ങയിൽ ഐശ്വര്യവും വീര്യവും യശസ്സും ശ്രീയും ജ്ഞാനവും വിജ്ഞാനവും അല്ലെങ്കിൽ വൈരാഗ്യവും ഒക്കെ ഒരേപോലെ ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടുന്നാണ് ഭഗവാൻ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് പട്ടേരിപ്പാട് തൻ്റെ ആദ്യത്തെ ദിവസത്തെ കാവ്യോപാസന സമർപ്പിക്കുന്നത്. നാം നാരായണീയ മധുരം എന്ന ഈ അക്ഷരോപാസന 10ാമത്തെ ദിവസം സമർപ്പിക്കുന്നതും. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലി നമുക്ക് സമർപ്പിക്കാം.
ഐശ്വര്യം ശങ്കരാദീശ്വരവിനിയമനം വിശ്വതേജോഹരാണാം തേജ സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാപി തേ സംഗവാർത്ത തദ്വാതാകാരവാസിം മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയോസി. സർവത്ര നാരായണനാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഹരി ഓം.